ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസ് ബുള്ളറ്റ്. ആദ്യമായിട്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു തിരുവോണ ദിന ആശംസകൾ നേരെയാണ്. എല്ലാവരും വീട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ ആയിട്ട് ഒപ്പം ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്നൊരു ടോപ്പിക്കാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എന്താണ് ഭരണഘടന? ഒരു പരമാധികാര രാജ്യത്തിന്റെ അടിസ്ഥാന നിയമാവലിയാണ് ഭരണഘടന. അപ്പൊ എന്താണ്? ഒരു പരമാധികാര രാജ്യത്തിന്റെ അടിസ്ഥാന നിയമാവലിയാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ എന്താണ്? ലാറ്റിൻ പദമായ കോൺസ്റ്റിറ്റ്യൂട്ടർ എന്ന പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം രൂപീകരിച്ചിട്ടുള്ളത്. ഓക്കെ, രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം ടു എസ്റ്റാബ്ലിഷ് എന്നുള്ളതാണ്. ഓക്കെ, അർത്ഥം എന്താണ്? ടു എസ്റ്റാബ്ലിഷ്. ഇനി ഭരണഘടനയെ രണ്ടായി തരംതിരിക്കാം: ലിഖിത ഭരണഘടന, അതുപോലെ തന്നെ അലിഖിത ഭരണഘടന. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും രണ്ടായി തരംതിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ എഴുതി വെക്കപ്പെട്ടിട്ടേ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അതായത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ബുക്ക് രൂപത്തിലൊക്കെ നമുക്കൊരു ഭരണഘടന ഉണ്ട് അല്ലെ, ഒരു ബുക്കാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങൾ അതേപോലെ ഒരു ബുക്ക് രൂപത്തിലൊന്നും അത് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ കൂടുതലും രാജ്യഭരണങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കാലാകാലങ്ങളായിട്ട് അവരോരോ കീഴ്വഴക്കങ്ങളൊക്കെ ഫോളോ ചെയ്തു പോകുന്നവരായിരിക്കാം. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ശിലാശാസനങ്ങളായിരിക്കാം, ശാസനങ്ങളായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് എഴുതി വെച്ചിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ലിഖിത ഭരണഘടന ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയാണ്. 1789 അമേരിക്കൻ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ലോകത്തിൽ തന്നെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അമേരിക്കയുടേതാണ്. 1789, അതായത് 1789. ഇനി ബിൽ ഓഫ് റൈറ്റ് എന്ന പേരിലാണ് ഈ അമേരിക്കയുടെ ഭരണഘടന അറിയപ്പെടുന്നത്. അമേരിക്കൻ ഭരണഘടന അറിയപ്പെടുന്ന പേരെന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ്. ഇതിന്റെ ശില്പി ജെയിംസ് മാഡിസൺ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തിലെ തന്നെ ആദ്യത്തെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വർഷം ചോദിച്ചിട്ടുണ്ട് 1789. അതുപോലെ തന്നെ ശില്പി ചോദിച്ചിട്ടുണ്ട്, ആരാണ്? ജെയിംസ് മാഡിസൺ. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് ഒരു നിയമാവലി തയ്യാറാക്കിയ ഭരണാധികാരി ചോദിച്ചാൽ ഹമ്മുറാബിയാണ്. ബാബിലോണിയയുടെ ഹമ്മുറാബിയാണ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു നിയമാവലി തയ്യാറാക്കുന്ന ഭരണാധികാരി. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നിയമാവലി തയ്യാറാക്കിയത് ആരാണ്? മനു ആണ്. അത് മനുസ്മൃതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമാവലി തയ്യാറാക്കിയത് ആരാണ്? മനു ആണ്. മനുസ്മൃതി എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ നിയമാവലി അറിയപ്പെടുന്നത്. കിട്ടിയല്ലോ. ഇനി ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ഏതാന്ന് ചോദിച്ചാൽ അതും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പൊ ഏറ്റവും പഴക്കമേറിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാലും ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ചോദിച്ചാലും ഏത് തന്നെയാണ് ഉത്തരം? അമേരിക്കയാണ്. വർഷം ഓർത്തിരിക്കുക, 1789. ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ആരാണ് ശില്പി? ജെയിംസ് മാഡിസൺ ആണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബിൽ ഓഫ് റൈറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത്രയും കിട്ടിയില്ലേ? ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടെയാണ്. അവിടെ 7 ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യക്ക് ഇപ്പൊ 500ന്റെ അടുത്ത് ആർട്ടിക്കിൾ വരെ ആയി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 500ന്റെ അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളുകളുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് അമേരിക്കയിൽ വെറും 7 ആർട്ടിക്കിൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടന ഏതാന്ന് പറയാം? അമേരിക്കയുടെയാണ്. ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ നമ്മുടെ ഭരണഘടനയാണ്. ഞാൻ പറഞ്ഞില്ലേ 500ന്റെ അടുത്തോളം ആർട്ടിക്കിളുകളുണ്ട്. അപ്പൊ അതേതാണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഇനി അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷനെ റിട്ടൺ എന്നും അൺറിട്ടൺ എന്നും രണ്ടായി തരംതിരിക്കാം. അപ്പൊ ആ ഒരു അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ ഇസ്രായേൽ ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്. അങ്ങനെ കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ്? ഇസ്രായേൽ, ബ്രിട്ടൻ, സൗദി അറേബ്യ, ന്യൂസിലാൻഡ്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ട്, രൂപം കൊള്ളാനായിട്ട് ധാരാളം ആക്ടുകൾ കാരണമായിട്ടുണ്ട്. ഒരുപാട് നിയമങ്ങൾ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിയമങ്ങൾ എന്താണെന്നും അതിന്റെ വർഷം എത്രയാണെന്നൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോഡേൺ ഇന്ത്യയിലൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ പഠിക്കാം നമുക്ക്. ഓക്കെ,
ഇപ്പൊ എന്ത് പഠിക്കണം? ഈ നിയമങ്ങൾ ഓർഡറിൽ പഠിക്കുക. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ നിയമങ്ങളും ഓർഡർ അല്ലെ ഇങ്ങനെ കാലഗണനാ ക്രമത്തിൽ എഴുതുക, അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഇപ്പൊ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വർഷം തീർച്ചയായിട്ടും പഠിക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട്. 1773 വർഷം. 1773 റെഗുലേറ്റിംഗ് ആക്ട്. അടുത്തത് 1784 പിറ്റ്സ് ഇന്ത്യ നിയമം. പിറ്റ്സ് ഇന്ത്യ നിയമമാണ് 1784 വർഷം. ദെൻ ക്വീൻസ് പ്രൊക്ലമേഷൻ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് രാജ്ഞിയുടെ വിളംബര നിയമം 1858 ഇത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഇത് ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? മിന്റോ മോർലി റിഫോംസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷം 1990 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഏത് ആക്ടിനോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലെങ്കിൽ എന്താണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഈ ഗവർണർ എന്നുള്ള ഒരു പദം, അതുപോലെ തന്നെ എന്താണ് PSC, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ ഒരു ആക്ടിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഇന്ത്യ. ഓക്കെ, അതൊക്കെ നമ്മുടെ ഭരണഘടന കടമെടുത്ത ആശയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് നമുക്ക് അപ്പം കാണാം കേട്ടോ. ഇനി അടുത്തത് ആഗസ്റ്റ് ഓഫർ അല്ലെങ്കിൽ ആഗസ്റ്റ് വാഗ്ദാനം 1940 ഇത് ലിൻലിത്ഗോ പ്രഭുവാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടൻകാരുടെ കൂടെ നമ്മൾ ഇന്ത്യക്കാർ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പുത്രികാ രാജ്യ പദവി അതുപോലെ തന്നെ ഒരു ഭരണഘടന ഉണ്ടാക്കി തരാം എന്നിങ്ങനെ ഒരു ഓഫർ വയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഓഫറിനെയാണ് ആഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. INC-കാര് പക്ഷെ INC-യുടെ സമയത്ത് അന്നത്തെ നേതാക്കള് ഇതിനെ റിജക്ട് ചെയ്തു, ഈ ഓഫറിനെ റിജക്ട് ചെയ്തു. അപ്പൊ ഈ ഓഫർ ആരാണ് കൊടുത്തത്? ലിൻലിത്ഗോ പ്രഭുവാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, വർഷം ചോദിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് ഓഫർ 1940 ഇനി അടുത്തത് മറ്റൊന്നാണ് ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, വർഷങ്ങൾ അത്ര പ്രധാനപ്പെട്ടതാണ്. അടുത്തത് വേവൽ പ്ലാൻ 1945. വേവൽ പ്ലാൻ 1945. നമ്മുടെ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്യാബിനറ്റ് മിഷൻ. ഈ ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതും ഭരണഘടന ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 1946 ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ഇനി ഇടക്കാല ഗവൺമെന്റ് ഉണ്ടായി. 1946 ഇടക്കാല ഗവൺമെന്റ് വന്നു. അതുപോലെ തന്നെ 47 ആറ്റ്ലി പ്രഖ്യാപനം, പിന്നെ മൗണ്ട് ബാറ്റൺ പദ്ധതി 47 തന്നെയാണ്. പിന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. അപ്പൊ ഇത്രയും ആക്ടുകളാണ് ഏറ്റവും ഭരണഘടന രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള നിയമങ്ങൾ ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം, അതിന്റെ വർഷങ്ങളടക്കം ഓർത്തിരിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ഇന്ത്യ ഹിസ്റ്ററി എടുക്കുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഗ്രീസാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസാണ്. ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ്. ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. ഇനി പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഓക്കെ, പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ്. ലോകത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ചിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1946 ക്യാബിനറ്റ് മിഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 6 സെറ്റപ്പ് ആവുന്നുണ്ട്. ഇവരാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി MN റോയ് ആണ്. മാനവേന്ദ്രനാഥ റോയ്. റിയൽ നെയിം എന്താണ്? മാനവേന്ദ്രനാഥ റോയ് ആണ്. അപ്പൊ ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് MN റോയ് ആണ്. ഇനി അടുത്തത് ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട പത്രം ചോദിച്ചാൽ MN റോയുടെ ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രമാണ്. അതായത് നമ്മുടെ MN റോയ്
അദ്ദേഹത്തിന്റെ പത്രമായിട്ടുള്ള ഇന്ത്യൻ പാട്രിയോട്ടിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ആശയം, ഓക്കെ, ഇന്ത്യക്കൊരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പത്രം വഴിയാണ് പ്രകടിപ്പിക്കുന്നത്, ഈ ഒരു ആശയം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട പത്രം ചോദിച്ചാൽ ഇന്ത്യൻ പാട്രിയോട്ടാണ്. MN റോയിയാണ് ഇന്ത്യൻ പാട്രിയോട്ട് പത്രത്തിന്റെ ആള്. ഓക്കെ, ഇനി ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. 1923 ഈ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 1937 ഫൈസ്പൂർ സെഷനാണ്. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. INC പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നിരുന്നാൽ കൂടി ഇപ്പൊ ഓർത്തിരിക്കുക, 1937 INC സെഷനിലെ ഫൈസ്പൂർ എന്നൊരു സെഷൻ ഉണ്ടായിരുന്നു. അവിടെ അധ്യക്ഷനാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട്, ആ ഒരു സെഷനിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ആശയം ഉന്നയിച്ചത്. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തെ കുറിച്ച് പഠിക്കാം. ഈ പ്രഥമ സമ്മേളനം, ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ്. ഇന്ത്യൻ പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ആദ്യമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസം. ചില ബുക്കുകളിലൊക്കെ 17 ദിവസം എന്നും കാണാറുണ്ട്. എന്തായാലും രണ്ടും ശരിയാണ്. ഓക്കെ, രണ്ടും കൂടി ഓപ്ഷനിൽ ഒരിക്കലും വരില്ല. അപ്പൊ 17 ദിവസമായാലും 18 ദിവസമായാലും കറക്റ്റ് തന്നെയാണ് കേട്ടോ ആൻസർ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 അല്ലെങ്കിൽ 18 ദിവസം. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി 11 സെഷനുകളിലായിട്ട് 165 ദിവസമാണ് സമ്മേളിച്ചത്. ഇതിനു വേണ്ടി ഭരണഘടനാ നിർമ്മാണ സമിതി 11 സെഷനുകളിലായിട്ട് 165 ദിവസം സമ്മേളിച്ചു. ഇനി പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 207 പേരാണ്. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തവര് 207 പേരാണ്. 9 വനിതകളാണ് ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. അത് ഓർത്തിരിക്കാൻ ചോദിച്ചിട്ടുണ്ട്. 207 പേര് ഫസ്റ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു, 9 പേർ വനിതകളായിരുന്നു. ഇനി നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ അംഗങ്ങൾ 389 അംഗങ്ങളാണ്. 3, 8, 9 ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് പറയാ? 389 ആണ്. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ സ്ത്രീകളുടെ എണ്ണം, ഈ 389 പേരിൽ 17 പേര് സ്ത്രീകളായിരുന്നു. പക്ഷെ അത് ഇന്ത്യ വിഭജനത്തിന് ശേഷം 15 പേരായിട്ടുണ്ടായിരുന്നു. അതായത് ഈ നമ്പേഴ്സ് ഒക്കെ മാറുന്നുണ്ട്. 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം 299 പേരായി മാറുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങള്, വനിതകളുടെ എണ്ണം 17 ആയിരുന്നു. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തായി മാറുന്നുണ്ട്? ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം അത് എത്ര പേരായിട്ട് മാറി? അത് 15 പേരായിട്ട് മാറിയിട്ടുണ്ട്. ഇനി സ്വതന്ത്രാനന്തരം ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 299. 389 ഉള്ളത് എത്രയെന്ന് പറഞ്ഞു? 299 പേരായിട്ട് മാറി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93 പേരാണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93 ആയിരുന്നു. അത് സ്വാതന്ത്ര്യാനന്തരം 70 പേരായിരുന്നു. ഓക്കെ, 70 പേരായിട്ട് മാറി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, ഈ ഭരണഘടനാ നിർമ്മാണ സഭയില് നമ്മൾ എത്ര അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു? 389 അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതില് 296 പേര് എലക്റ്റഡ് മെമ്പേഴ്സ് ആയിരുന്നു. 93 പേരാണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നും നോമിനേറ്റ് ചെയ്തിട്ടുള്ള കുറെ പേര്. അവിടുത്തെ രാജാക്കന്മാരൊക്കെ നോമിനേറ്റ് ചെയ്ത 93 പേരും അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട 296 പേരും. അങ്ങനെ ആകെ 389 പേരായിരുന്നു. അത് സ്വാതന്ത്ര്യാനന്തരം എത്ര പേരായി മാറി? 299 പേരായിരുന്നു. 17 വനിതകൾ ഉണ്ടായിരുന്നു. എത്ര പേരായി? 15 വനിതകളായി. ഓക്കെ, ഇനി ഈ 70 ഈ 93 എന്നുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള 93 പേരില്ലേ, അവര് സ്വതന്ത്രാനന്തരം അല്ലെങ്കിൽ ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം 70 പേരായി. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ അതാരാണ്? BN റാവു ആണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഉപദേശകൻ ചോദിച്ചാൽ BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 1946 ഡിസംബർ 6-ാം തീയതിയാണ് ചോദിച്ചിട്ടുണ്ട്, ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് ഡിസംബർ 9-ാം തീയതിയാണ്. 3 ദിവസത്തിന് ശേഷം ഫസ്റ്റ് മീറ്റിംഗ് നടത്തുകയാണ്. അപ്പൊ അതില് അധ്യക്ഷനായ വ്യക്തി, പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്.
ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 1946 ഡിസംബർ 9 ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ഓക്കെ. അപ്പൊ പ്രഥമ അധ്യക്ഷൻ അല്ലെങ്കിൽ എന്താണ് താൽക്കാലിക അധ്യക്ഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സച്ചിദാനന്ദ സിൻഹയാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ, സ്ഥിരമായിട്ട് ഓക്കെ ഒരാളെ എലക്ട് ചെയ്തിട്ട് തെരഞ്ഞെടുത്തതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. എന്നാണ് ഫസ്റ്റ് ഇലക്ഷൻ നടക്കുന്നത്? 1946 ഡിസംബർ 11 ഓക്കെ. അപ്പൊ അപ്പോഴാണ് ആരാവുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ അധ്യക്ഷനാകുന്നത്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് ഒരു ഷോർട്ടായിട്ട് നമുക്ക് പറയാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6 ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 ഇനി അടുത്ത് ഇതിന്റെ ആദ്യത്തെ സമ്മേളനം അവസാനിക്കുന്നത് 1946 ഡിസംബർ 23 അതിന്റെ ഇടയിൽ 11 ഫസ്റ്റ് ഇലക്ഷൻ നടക്കുന്നു. രാജേന്ദ്ര പ്രസാദ് എന്താവണു? പ്രസിഡന്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അധ്യക്ഷനാവുന്നുണ്ട്. നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരുന്നുണ്ട്. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ HC മുഖർജിയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. HC മുഖർജിയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സെക്രട്ടറിയും ചോദിച്ചിട്ടുണ്ട്. HVR അയ്യങ്കാറാണ്. സെക്രട്ടറി HVR അയ്യങ്കാറാണ്. അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ HC മുഖർജിയാണ്. ഏറ്റവും പ്രായം കൂടിയ അംഗമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ് ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ ഏക മുസ്ലിം വനിത. ഇത്രയും കിട്ടിയല്ലോ. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനിയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? HVR അയ്യങ്കാറാണ് സെക്രട്ടറി ആയിരുന്നത്. HC മുഖർജിയാണ് ഉപാധ്യക്ഷനായിരുന്നത്. അധ്യക്ഷൻ ആരാന്ന് പറഞ്ഞു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി നിയമസേവന ദിനം നവംബർ 9 നിയമദിനം നവംബർ 26 ഓക്കെ. നിയമസേവന ദിനം നവംബർ 9, നിയമദിനം നവംബർ 26. ഇത്രയും കിട്ടിയല്ലോ. നിങ്ങൾ നോക്കൂ കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും ആനയുമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടം അതുപോലെ തന്നെ ആനയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ കുറിച്ച് പഠിക്കാം. AVN കോളിൻസ്, ഫ്രാങ്ക് ആന്റണി, SH പ്രാക്ടർ. അപ്പൊ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. ആരാണ്? MVN കോളിൻസ്, ഫ്രാങ്ക് ആന്റണി, SH പ്രാക്ടർ തുടങ്ങിയവരാണ്. ഇനി അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രസംഗത്തിൽ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ചോദിച്ചിട്ടുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രസംഗത്തിൽ അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ആശയങ്ങളാണ് ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ. ഇനി വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഭരണഘടനാ നിർമ്മാണ സമിതികളും അധ്യക്ഷന്മാരുമാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, കരട് നിർമ്മാണ സഭ, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി, ഇതിന്റെ ഒക്കെ ആരായിരുന്നു അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, ഫ്ലാഗ് കമ്മിറ്റി എല്ലാത്തിന്റെ അധ്യക്ഷനായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി അടുത്ത് ശ്രദ്ധിക്കുക, മൗലികാവകാശ ഉപദേശക കമ്മിറ്റി അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മിറ്റി രണ്ടിനും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഉപദേശക കമ്മിറ്റി അതുപോലെ മൈനോറിറ്റീസിന്റെ കമ്മിറ്റി, ഇതിന്റെ രണ്ടുപേരുടെയും ഹെഡ് രണ്ട് കമ്മിറ്റികളുടെ ഹെഡ് ആരായിരുന്നു? പട്ടേലായിരുന്നു. ഇനി ഇതിൽ തന്നെ ന്യൂനപക്ഷങ്ങളുടെ സബ് കമ്മിറ്റി ഉണ്ട്, ഉപകമ്മിറ്റി, അതിൽ HC മുഖർജിയാണ്. മൗലികാവകാശങ്ങളുടെ ഉപദേശക ഉപകമ്മിറ്റിയിൽ JB കൃപലാനിയാണ്. ഓക്കെ, അപ്പൊ മൗലികാവകാശങ്ങളുടെയും മൈനോറിറ്റിയുടെയും ഒക്കെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആരാണ്? അത് നമ്മുടെ സർദാർ പട്ടേലാണ്. ഇതിന്റെയൊക്കെ സബ് കമ്മിറ്റിയിൽ മൈനോറിറ്റീസിന്റെ ഉപകമ്മിറ്റിയിൽ HS മുഖർജിയും മൗലികാവകാശങ്ങളുടെ ഉപദേശക കമ്മിറ്റിയിൽ JB കൃപലാനിയുമായിരുന്നു. ഓക്കെ, ഇനി സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയിലൊക്കെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയിലൊക്കെ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ് യൂണിയൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നെഹ്റുവിനെ ആലോചിക്കുക, ആദ്യത്തെ പ്രധാനമന്ത്രിയല്ലേ, അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ ആണ്. ഓക്കെ, ഹൗസ് കമ്മിറ്റിയിൽ ആരാണ്? പട്ടാഭി സീതാരാമയ്യ. അപ്പൊ വീട് പട്ടാമ്പിയിലാണെന്നോ അങ്ങനെ വെച്ചതെങ്കിലും കണക്ട് ചെയ്യാം. ഇനി ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ആരാണ്? KM മുൻഷി. അപ്പൊ ഓർഡർ എന്ന് പറയുമ്പോൾ
മുമ്പിലാണോ പിന്നിലാണോ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ. അപ്പോൾ ഓർഡർ ആകുമ്പോൾ മുമ്പിലാണ് അല്ലെ, ഒരു ഓർഡറിൽ നിൽക്കുമ്പോൾ മുമ്പില്, അപ്പോൾ മുൻഷി എന്ന് വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ഇനി ഭാഷാ കമ്മിറ്റി മൂർത്തി സത്യനാരായണയാണ്. അപ്പോൾ നമ്മുടെ ഭാഷ എന്ന് പറയുമ്പോൾ അതിലൊരു സത്യം ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാം. മൂർത്തി സത്യനാരായണയാണ് ഭാഷാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. പിന്നെ ക്രിഡൻഷ്യൽ കമ്മിറ്റി കൃഷ്ണസ്വാമി അയ്യങ്കാർ, അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യാം. ക്രിഡൻഷ്യൽ കൃഷ്ണസ്വാമി. അപ്പോൾ ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാറാണ്. അപ്പോൾ ക്രിഡൻഷ്യൽ കൃഷ്ണസ്വാമി അങ്ങനെ വെച്ച് തന്നെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതികളും അധ്യക്ഷന്മാരും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, അതുപോലെ ഫിനാൻസ് കമ്മിറ്റി, മൗലികാവകാശ ഉപദേശക കമ്മിറ്റി, ന്യൂനപക്ഷ കമ്മിറ്റി, ന്യൂനപക്ഷ ഉപകമ്മിറ്റി, മൗലികാവകാശ ഉപകമ്മിറ്റി, പിന്നെ യൂണിയൻ സ്റ്റേറ്റ്, അതുപോലെ ഹൗസ് കമ്മിറ്റി, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി, ഭാഷാ കമ്മിറ്റി, ക്രിഡൻഷ്യൽ. ഓക്കെ, ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കൂ, മലയാളികളും ഭരണഘടനയും. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികൾ 17 പേരായിരുന്നു. ഓക്കെ, അതിൽ 3 പേരാണ് വനിതകളായിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. ഇനി എന്താണ്, വനിതകള് വിഭജന ശേഷം അത് എത്രയെന്ന് പറഞ്ഞു, 15 പേരായിരുന്നു. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 മലയാളികൾ സ്ത്രീകളായിരുന്നു. ഓക്കെ, 3 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇനി യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്നും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ജോൺ മത്തായി ആണ്. ഓക്കെ, യുണൈറ്റഡ് പ്രൊവിൻസസിൽ ആരായിരുന്നു, ജോൺ മത്തായി ആയിരുന്നു. ഇനി തിരുവിതാംകൂറിൽ നിന്നും 17 പേരാരൊക്കെയാണെന്നാണ് കേട്ടോ പറയുന്നത്. തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രീൻ, പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, PT ചാക്കോ, KA മുഹമ്മദ്, ഇവരൊക്കെയാണ് തിരുവിതാംകൂറിനെ റെപ്രസെന്റ് ചെയ്ത് ഉണ്ടായിരുന്നത് നമ്മുടെ ഭരണഘടനയിൽ. 17 മലയാളികളിൽ തിരുവിതാംകൂർ ഭാഗത്ത് നിന്നും ആനി മസ്ക്രീൻ, പട്ടം താണുപിള്ള, ആർ ശങ്കർ, PS നടരാജപിള്ള, PT ചാക്കോ, KA മുഹമ്മദ്. കൊച്ചിയിൽ നിന്നും പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. ഇനി മദ്രാസിൽ നിന്ന് നോക്കൂ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, K മാധവ മേനോൻ, MK മേനോൻ, B പോക്കർ, P കുഞ്ഞിരാമൻ, അബ്ദുൾ സത്താർ ഹാജി, ഇസ്ഹാഖ് സേഠ്, അതുപോലെ തന്നെ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, KTM അഹമ്മദ് ഇബ്രാഹിം. ഓക്കെ, അപ്പൊ ഇവരൊക്കെയാണ് മദ്രാസിൽ നിന്നും. അപ്പൊ മദ്രാസിൽ നിന്നും 9 പേര്, തിരുവിതാംകൂറിൽ നിന്നും 6 പേര്, അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ഒരാള്, യുണൈറ്റഡ് പ്രൊവിൻസസിൽ നിന്നും ജോൺ മത്തായി ഒരാള്, അങ്ങനെ മൊത്തം 17 പേരാണ് എന്തിനുണ്ടായിരുന്നത്, ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളികൾ. ഓക്കെ, അപ്പൊ അതില് മലയാളികളായിട്ടുള്ള വനിതകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ ശേഷം കേരള മുഖ്യമന്ത്രിമാരായിട്ടുള്ള വ്യക്തികളാണ് പട്ടം താണുപിള്ളയും ആർ ശങ്കറും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ ശേഷം കേരള മുഖ്യമന്ത്രിമാരായ വ്യക്തികൾ പട്ടം താണുപിള്ള, ആർ ശങ്കർ തുടങ്ങിയവരാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷന്റെ കമ്മിറ്റികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുക എന്നതായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച തീയതി 1947 ഓഗസ്റ്റ് 29 തീയതിയാണ്. 1947 ഓഗസ്റ്റ് 29, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. വർഷം ശ്രദ്ധിക്കുക, 1947 ഓഗസ്റ്റ് 29 ആണ്. ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇത്രയും കിട്ടിയല്ലോ. ഇനി നോക്കൂ കേട്ടോ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് BN റാവു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് ആരാണ്? BN റാവു. അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ കരട് കമ്മിറ്റിയുടെ ചെയർമാനായ വർഷം 1947 ഓഗസ്റ്റ് 29 അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ കരട് കമ്മിറ്റിയുടെ ചെയർമാനായത് എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29. ശ്രദ്ധിക്കാത്ത ഡേറ്റ് ശ്രദ്ധിക്കുക. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ കരട് സമർപ്പിക്കുന്നത് 1948 ഫെബ്രുവരി 21 തീയതിയാണ്. 1948 ഫെബ്രുവരി 21 ആദ്യ കരട് സമർപ്പിച്ചു. അതിനുശേഷം ഇത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത് 1949 നവംബർ 26 ഇതാണ് നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ പ്രിയാമ്പിളില് ആമുഖത്തിൽ എഴുതിയിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് നവംബർ 26 എന്നുള്ളത്. ഓക്കെ, ഒരേ ഒരു ഡേറ്റ് 1949 നവംബർ 26 അന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആ ഒരു ഡേറ്റ്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു തീയതി, ഇപ്പൊ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുമ്പോൾ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര പാർട്ട്? 22 ഭാഗം അല്ലെങ്കിൽ 22 പാർട്ട് ഉണ്ടായിരുന്നു. 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്, അതായത് പട്ടികകൾ. ഇത് ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നിലവിലുള്ളത്
ഇന്ത്യൻ ഭരണഘടനയിൽ 25 പാർട്ട് അല്ലെങ്കിൽ 25 ഭാഗങ്ങളുണ്ട്, 12 ഷെഡ്യൂൾ ഉണ്ട്, അതുപോലെ അതായത് പട്ടികകളുണ്ട്. പിന്നെ അനുച്ഛേദങ്ങൾ ചോദിക്കാൻ 448 അല്ല. ഓക്കെ, ഇതാ ബുക്ക് പ്രിന്റ് ചെയ്തിരുന്ന സമയത്തുള്ളതാണ്. ഇപ്പോൾ 500ന്റെ അടുത്ത് അനുച്ഛേദങ്ങൾ ആർട്ടിക്കിൾസ് വന്നു. അമേരിക്കയിൽ എത്രയുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 7 അനുച്ഛേദങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1950 ജനുവരി 26-ാം തീയതി. അന്ന് നമ്മൾ റിപ്പബ്ലിക് ആയിട്ട് ആചരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26-ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഓരോരോ ഡേറ്റ് 1949 നവംബർ 26-നാണ്. അന്നത്തെ പ്രത്യേകത എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ദിവസമാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞു നമ്മൾ അല്ലെ. എന്താണ്, ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. 1947 ആഗസ്റ്റ് 29-ാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിന് ചെയർമാൻ ആരെന്ന് പറഞ്ഞു? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, അതിൽ 7 അംഗങ്ങളുണ്ട്. ഞാൻ ആ 7 അംഗങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അംഗം BR അംബേദ്കർ, പിന്നെ KM മുൻഷി. ഓക്കെ, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP കേത്താൻ, അതുപോലെ അതുപോലെ BN മിത്തർ. ഇവയൊക്കെയാണ് 7 അംഗങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക. BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അള്ളാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, DP കേത്താൻ, BN മിത്തർ. ഇനി DP കേത്താൻ ആ സമയത്ത് മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് പകരം TT കൃഷ്ണമാചാരി അംഗായി. ഓക്കെ, കേത്താന്റെ മരണശേഷം TT കൃഷ്ണമാചാരിയാണ് അംഗമായത്. അതുപോലെ തന്നെ BM മിത്തർ രാജിവെച്ചതിനെ തുടർന്ന് N മാധവറാവു അംഗായി. ഓക്കെ, BN മിത്തർ രാജിവെച്ചപ്പോൾ ആരായിരുന്നു? N മാധവറാവു അംഗായി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നോക്കൂ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിട്ട് മാറി. അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ എലക്റ്റഡ് ചെയർമാൻ ആരായിരുന്നു എന്ന് പറഞ്ഞു? നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹം 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായി, അതായത് റിപ്പബ്ലിക് ഡേക്ക് ആദ്യ രാഷ്ട്രപതിയായിട്ട്, ആദ്യ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ഭാരതം റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-ആണ്. റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26-ആണ്. ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി നമ്മൾ അംബേദ്കറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. മഹാരാഷ്ട്രയിലെ മഹദ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. പിന്നെ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. 1924 ജൂലൈ 20-ന് ബോംബെയിൽ ബഹിഷ്കൃത ഹിതകാരിണി സഭ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആരുടെയാണെന്ന്. ഓക്കെ, ബഹിഷ്കൃത ഹിതകാരിണി സഭ ബോംബെയിലാണ്. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒക്കെ സമയത്താണ്. ജൂലൈ 20-നാണ് ഈ ഒരു സംഘടന സ്ഥാപിച്ചു. ആരാണ്? BR അംബേദ്കർ. ഇനി എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ് എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ്. ഓക്കെ, അംബേദ്കറിന്റെ മരണാനന്തര ബഹുമതി ആയിട്ട് ഭാരതരത്നം ലഭിച്ചത് 1990-ലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം കിട്ടുന്നത്. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് മനുസ്മൃതി കത്തിച്ച വ്യക്തിയാണ് BR അംബേദ്കർ. ഓക്കെ, ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തിട്ട് മനുസ്മൃതി, മനു അല്ലെ, ഇന്ത്യയുടെ ആദ്യമായിട്ട് ഒരു നിയമാവലി ഉണ്ടാക്കിയത്, അല്ല നിയമാവലി മനുസ്മൃതിയാണ് അത് ഉണ്ടാക്കിയത്, മനു ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് കത്തിച്ചു ആര്? BR അംബേദ്കർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാണ്ട്, അതുകൂടി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കഴിയും. ഓക്കെ, ഭരണഘടനയെ വിശേഷിപ്പിച്ച കുറച്ച് ആളുകളെ കുറിച്ച് പഠിക്കാണ്ട്. ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത് KC വെയർ ആണ്. അപ്പൊ ക്വാസി KC അങ്ങനെ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ക്വാസി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? KC വെയർ ആണ്. ഇനി നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഐവർ ജെന്നിങ്സ്. നിയമജ്ഞരുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഐവർ ജെന്നിങ്സ് ആണ്. ഇനി സ്ട്രോങ് സെൻട്രലൈസിംഗ് ടെൻഡൻസി ഉള്ള ഫെഡറേഷൻ എന്ന് വിശേഷിപ്പിച്ചതും ഐവർ ജെന്നിങ്സ് ആണ്. സ്ട്രോങ് സെൻട്രലൈസിംഗ് ടെൻഡൻസി ഉള്ള ഫെഡറേഷൻ എന്ന് വിശേഷിപ്പിച്ചതും ഐവർ ജെന്നിങ്സ് ആണ്. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് ചോദിച്ചിട്ടുണ്ട്, ഗ്രാനുവെല്ല ഓസ്റ്റിൻ ആണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാനവില്ലെ ഓസ്റ്റിൻ. ഇനി എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പോൾ ആപ്പിൾബി ആണ്. ഓക്കെ, എക്സ്ട്രീംലി ഫെഡറൽ എന്ന് വിശേഷിപ്പിച്ചത് പോൾ ആപ്പിൾബി ആണ്. ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത് മോറിസ് ജോൺസ് ആണ്. മോറിസ് ജോൺസ് ആണ് ബാർഗെയിനിങ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ ഭരണഘടനയെ കോടതിയുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചത് ജസ്റ്റിസ് റോഹിങ്ടൺ
നരിമാനാണ്. ഭരണഘടനയാണ് കോടതിയുടെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അങ്ങനെ പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് റോഹിങ്ടൺ നരിമാനാണ്. ഇനി കുറച്ച് ക്വിക്ക് ആയിട്ടുള്ള ടിപ്പുകൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച തീയതികളാണ്. അപ്പൊ ദേശീയ പതാക നമ്മൾ കഴിഞ്ഞ ഒഫീഷ്യൽ ഫാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1947 ജൂലൈ 22 തീയതി ദേശീയ പതാകയെ ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 24 ദേശീയ ഗാനമായ ജനഗണമന, ദേശീയ ഗീതമായി വന്ദേമാതരം അംഗീകരിച്ചു. ഓക്കെ, ഇനി ദേശീയ മുദ്രയെ അംഗീകരിക്കുന്നത് റിപ്പബ്ലിക്കിന്റെ അന്ന് 1950 ജനുവരി 26. ഇനി ശകവർഷ കലണ്ടറിനെ കുറിച്ച് പറഞ്ഞു. അത് 1957 മാർച്ച് 22 ഒഫീഷ്യലായിട്ട് അംഗീകരിച്ചു. ഇത്രയും കാര്യങ്ങളോട് കഴിഞ്ഞ് നമ്മുടെ ബേസിക് ഫാക്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫാക്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഒറ്റയടിക്കൊന്നും പഠിക്കേണ്ട വലിയ വീഡിയോ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സമയം എടുത്ത് കുറേശ്ശെ ആയിട്ട് ഒരുപാട് ഡേറ്റുകൾ, നമ്പറുകൾ, ആൾക്കാരുടെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവർ കുറേശ്ശെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം. അപ്പോൾ പിന്നെ നാളെ ക്ലാസ് ഉണ്ടായിരിക്കില്ല കേട്ടോ, അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്